പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഏപ്രിൽ മാസം 23 ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പിടിച്ച കർത്താവിന് അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പറ, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ എന്നെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം എന്നെ കരുതുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം എന്നെ ആരോഗ്യം തന്ന് നടത്തുന്ന കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രത്യേകിച്ച് ആമേൻ സങ്കീർത്തനം 59 സങ്കീർത്തനം 9 വാക്യം പറയുന്നത്, എൻ്റെ ബലമായുള്ളവേ ഞാൻ കർത്താവിനെ കാത്തിരിക്കും, ദൈവം എൻ്റെ ഗോപുരമാകുന്നു. അതിൻ്റെ 16 17 വാക്യങ്ങൾ, ഞാൻ കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാരത്തെ ഞാൻ കർത്താവിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് കർത്താവിൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. 17, എൻ്റെ ബലമായുള്ളവേ ഞാൻ കർത്താവിന് സ്തുതി പാടും, ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അപ്പം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ദൈവ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും അനുഭവിപ്പാൻ ഇടവരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഡൈജഷൻ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ, അലർജിയാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. അതുപോലെ തന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവായി ബിഹേവ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അങ്ങയുടെ ശക്തിയെ റിലീസ് ചെയ്യുന്നു. ഉയർപ്പിൻ്റെ ശക്തിയെ കുഞ്ഞുങ്ങളുടെ മേൽ റിലീസ് ചെയ്യുന്നു. അവരുടെ അധരങ്ങൾ തുറന്നു വരട്ടെ, അവർ സംസാരിക്കട്ടെ. എല്ലാ ഹൈപ്പർ ആക്ടിവിറ്റിയും മാറി അവർ നോർമലായി തീരട്ടെ. സ്കൂളിൽ ചെന്നു അടങ്ങിയിരിക്കുന്നില്ല, ടീച്ചർമാർ കംപ്ലൈൻറ്റ് പറഞ്ഞു, മാതാപിതാക്കൾ ഭാരപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായിരിക്കട്ടെ. അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എല്ലാം അവരിൽ നിന്നും മാറിപ്പോകട്ടെ. കർത്താവിന് വലിയ കൃപ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ എല്ലാ സ്പോണ്ടലൈറ്റിസുകളുടെ മേലും യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അത് മുഖാന്തരം കൈകാലുകൾക്കുണ്ടായിരിക്കുന്ന നംനെസ്സുകൾ, പെരുപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ആമേൻ. നാളുകളായി പ്രാർത്ഥിച്ചു, പ്രാർത്ഥനകളുടെ മറുപടി വൈകുന്നത് മുഖാന്തരം മാനസികമായി തളർന്നിരിക്കുന്നവർ, അയ്യോ ഇനി ഞാൻ പ്രാർത്ഥിക്കണോ, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം എന്നൊക്കെ ചിന്തിച്ച് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ, അവരിലേക്ക് പ്രത്യാശ വ്യാപരിക്കട്ടെ, അവരിലേക്ക് പ്രതീക്ഷ വ്യാപരിക്കട്ടെ. അബ്രഹാമും സാറായും കാത്തിരുന്നത് പോലെ കാത്തിരിക്കുവാൻ, പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാൻ, വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഇവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അതുപോലെ ലോകത്തെമ്പാടും അങ്ങനെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് അത്ഭുതമായി നടക്കട്ടെ. ആമേൻ. ലോകവ്യാപകമായ ഒരു റിവൈവലിനെ, ആമേൻ ആമേൻ, ഒരു ഉണർവിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വൈകിട്ടത്തെ മീറ്റിംഗ് മിസ് ചെയ്യരുത്. ഇന്ത്യൻ സമയം രാത്രി 9:30 ആരംഭിക്കുന്നത്. പകൽക്കാലം പ്രാർത്ഥിക്കണം, പകൽക്കാലം മറ്റുള്ളവരോട് പറയണം മീറ്റിങ്ങിനെ കുറിച്ച്. എന്നിട്ട് നിങ്ങൾ നിശ്ചയമായിട്ടും വൈകിട്ടത്തെ മീറ്റിങ്ങിൽ തക്ക സമയത്ത് പങ്കെടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. സദൃശ്യവാക്യങ്ങൾ 20:22 പരിശുദ്ധാത്മാവ് ഇന്ന് ഓർപ്പിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാ ദിവസവും സദൃശ്യവാക്യം ഒരു 10 വാക്യമെങ്കിലും വായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് നിശ്ചയമായിട്ടും വായിപ്പിക്കണം. ഞാൻ ദോഷത്തിന് പകരം ദോഷം പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. പരിശുദ്ധാത്മാവിടെ നമുക്ക് തരുന്ന ആലോചന ഇതാണ്.
നമ്മൾ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഒരു സാമൂഹിക ലോകത്തിൽ ജീവിക്കുക. ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് ചുറ്റും വലിയ ഒരു സമൂഹമുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്, നമുക്ക് അയൽവാസികളുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നിടത്തുണ്ട്, നമ്മൾ എവിടെയൊക്കെ ചെല്ലുന്നു അവിടെ എല്ലാം നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ചിലപ്പം നമുക്ക് ദോഷമായിട്ടൊക്കെ പലരും പലത് ചെയ്യുകയും പറയുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതിന് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. അപ്പം ദോഷത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകരുത്? പ്രതികാരം ചെയ്യാൻ പോകരുത്. അത് സ്വന്തം സഹോദരങ്ങളായാലും കൂടെ ജോലി ചെയ്യുന്നവരായാലും സഭയിലുള്ളവരായാലും ദേശത്തുള്ളവരായാലും ആരാണെങ്കിലും ദൈവമക്കൾ പ്രതികാരത്തെക്കുറിച്ച് ചിന്തിക്കരുത്, പ്രതികാരത്തെക്കുറിച്ച് പറയരുത്, പ്രതികാരം ചെയ്യുന്ന കാര്യം ആലോചിക്കുക പോലും ചെയ്യരുത്. ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. കർത്താവ് നിന്നെ രക്ഷിക്കും. ഒരു കാര്യം ഓർത്തോണം, നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടാകും, അതിനൊരു ദൂരവ്യാപകമായ ഒരു ദോഷമുണ്ടാകും. ഉദാഹരണത്തിന്, ഒരാൾ നമ്മളോട് ദോഷം ചെയ്തു, നമ്മൾ അവന് തിരിച്ച് ദോഷം ചെയ്യുമ്പോൾ അത് മുഖാന്തരം അവന് നമ്മളോടുള്ള വൈരാഗ്യം വീണ്ടും കൂടുക. മറിച്ച് ഈ വിഷയം നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു, കർത്താവേ അങ്ങ് കാണുന്നു, ഇത് നീതിയല്ല, അനീതിയാണ് സംഭവിച്ചിരിക്കുന്നത്, ഞാൻ ചെയ്യാത്ത കാര്യമാണ്, ഞാൻ പറയാത്ത കാര്യമാണ്, ഞാൻ അറിയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ വേദനയെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് അതിനകത്ത് കർത്താവ് തന്നെ കരം നീട്ടും. അതിനകത്ത് നമുക്ക് ദോഷം വരാൻ ഇടവരത്തില്ല. അവിടെ ദൈവിക അത്ഭുതം കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊക്കെ ദോഷങ്ങൾ പലരും ചെയ്യുന്നുണ്ടാകാം, പലരും നമുക്കെതിരെ പറയുന്നവരുണ്ടാകാം, ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ പ്രതികാരത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ദാവീദിനെ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ശൗലിനോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു തിന്മയും ചെയ്തിട്ടില്ല. ശൗലിന് നന്മ മാത്രമേ ദാവീദ് രാജാവ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ശൗല് അകാരണമായി ദാവീദിനെ കൊല്ലുവാനായി പുറകെ നടക്കുക. പല പ്രാവശ്യം പല രീതിയിൽ ഉപദ്രവിച്ചു. എന്നാൽ ഒരു കാര്യം ഓർത്ത് നോക്കി, ദാവീദിൻ്റെ കയ്യിൽ ശൗൽ എത്ര പ്രാവശ്യം വന്നു വീണു. ദാവീദിന് എത്രയോ പ്രാവശ്യം ശൗലിനെ തകർത്ത് കളയാമായിരുന്നു, നശിപ്പിച്ച് കളയാമായിരുന്നു. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല, അഭിഷക്തൻ്റെ മേൽ ഞാൻ കൈവെക്കത്തില്ല, യജമാനൻ്റെ മേൽ ഞാൻ കൈവെക്കത്തില്ല. ഒന്ന് നോക്കി, രണ്ടുപേരുടെ അവസാനം നോക്കിക്കേ. ദാവീദിൻ്റെ അവസാനം എങ്ങനായിരുന്നു? ശൗലിൻ്റെ അവസാനം എങ്ങനായിരുന്നു? ഇതാണ് ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ, പ്രതികാരം യഹോവയ്ക്കുള്ളത് വിട്ടുകൊടുക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ആരോഗ്യത്തെ കളയരുത്, നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. എന്ത് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനീതിപരമായി വന്നാലും ആ സ്പോട്ടിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ഒരിക്കലും അത് നമ്മുടെ മനസ്സിൽ പോലും വെച്ചുകൊണ്ട് നമ്മൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ്. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവെ, നീതിയോടെ ന്യായം വിധിക്കുന്ന എൻ്റെ പ്രാണപ്രിയൻ്റെ കയ്യിലേക്ക് തരുന്നു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സ്വസ്ഥമായി നടക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ തരുന്ന വെളിച്ചങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം, ആശ്വാസത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടൊക്കെ ഷെയർ ചെയ്യണം. അവരുടെ ജീവിതത്തിലും അവർ ആ അനുഭവത്തിലൂടെ പോകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽ